ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് അതിഗംഭീരമായ സ്വാഗതം. സോ ഒഫീഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു ചാനൽ എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ നിന്ന് എനിക്ക് തരാൻ പറ്റിയ ഗൈഡൻസ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒന്ന് നേരത്തെ പറഞ്ഞു വെക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ +2 കഴിഞ്ഞ് ഇപ്പോൾ കോളേജിലേക്കൊക്കെ അഡ്മിഷൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അഡ്മിഷൻ കിട്ടില്ല, നമ്മൾ എൻട്രൻസ് ഒക്കെ എഴുതിയിട്ടല്ലേ കിട്ടുള്ളൂ. അപ്പം ഞാനിങ്ങനെ എൻട്രൻസ് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു വെട്ടത്തിൻ്റെ ഇഷ്യൂ കാണും, സോറി. അപ്പോൾ ഇങ്ങനെ കോളേജിലേക്കുള്ള എൻട്രൻസുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ഒരു ജൂൺ ലാസ്റ്റ് ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ഇത് കോളേജിലാണോ കിട്ടുന്നത് അവിടെ ജോയിൻ ചെയ്യേണ്ടി വരും. പിന്നെ കുറേ പേർക്ക് സംശയമുണ്ട് ഞാൻ ഏത് കോഴ്സാണ് എടുക്കാൻ പോണതെന്നൊക്കെ ഉള്ളത്. ഞാൻ പാരാമെഡിക്കലാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദെൻ വേണമെങ്കിൽ MBBS ഒക്കെ ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. എന്തായാലും അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാറായിട്ടില്ല, അത്രയൊന്നും ഇതിലേക്കൊന്നും വന്നിട്ടില്ല. എന്തായാലും ഈ ഒരു ചാനലിൻ്റെ പർപ്പസ് നിങ്ങൾക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനും അതിനെപ്പറ്റി സംസാരിക്കാനും നിങ്ങളുടെ കൺസേൺസ് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ളൊരു ചെറിയൊരു എന്താ പറയുക ഒരു യൂട്യൂബ് ചാനൽ മാത്രമാണ്. അപ്പോൾ ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടായിരിക്കും മിക്കപ്പോഴും വരാൻ ശ്രമിക്കുന്നതും. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്കൊരു യൂട്യൂബ് ചാനൽ ഇതുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്തിടാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, താല്പര്യമുള്ളവരാണെങ്കിൽ ജോയിൻ ചെയ്യുക. അതിലെന്തായാലും നമ്മൾ PDF കാര്യങ്ങളും നോട്ട്സും എഡ്യൂക്കേഷൻ പർപ്പസ് രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അതിലിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇതെല്ലാം കിട്ടാനായിട്ട്, പിന്നെ ഞാനില്ലെങ്കിൽ പോലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ത്രൂ ഔട്ട് നമ്മളുടെ 2-3 പേര് നമ്മളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഡോണ്ട് വറി. അപ്പോൾ എന്തായാലും ഈ കോളേജ് ഇഷ്യൂസ് വരുമ്പോൾ കുറച്ച് ലാഗ് വരും, എന്നാൽ പോലും നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് കാര്യങ്ങൾ മോട്ടിവേഷൻസ് എല്ലാം തന്നെ നമ്മൾ ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് മാക്സിമം തരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊന്ന് പറയട്ടെ, കുറേ പേര് ഭയങ്കര ആങ്സൈറ്റികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു മെസ്സേജിനകത്ത് ഉണ്ടായിരുന്നൊരു മെസ്സേജാണ്. +1 ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ +2 ഇനി വരുമ്പോൾ എങ്ങനെയായിരിക്കും, കാരണം +2 ഞാൻ ഇനി പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവുമോ, +2 എങ്ങനെ പഠിക്കണം, +2 തുടക്കം തൊട്ടേ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചില്ലെങ്കിൽ ഓക്കെ ആവില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ടീംസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, നിങ്ങൾ +1 എന്തൊക്കെ പഠിച്ചു, എത്ര മാർക്കുണ്ട്, ഇതൊന്നും ഒരു കാര്യമില്ല. കാര്യം നിങ്ങളുടെ റിസൾട്ട് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും, ആവണം എന്നല്ല ഞാൻ പറയുന്നത്, മോശമായാലും നല്ലതായാലും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 വരുമ്പോഴത്തേക്കിനും ഈ റിസൾട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, +1 റിസൾട്ട് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ +2 പകുതി മാർക്ക് നിങ്ങൾക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതല്ലാണ്ട് നിങ്ങളൊരു റിസൾട്ട് വയസ്സ് നോക്കുമ്പോൾ നമുക്കറിയാം +2 റിസൾട്ടാണ് എല്ലാവരും ചോദിക്കുക, +1 റിസൾട്ട് ആരും ചോദിക്കില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം എന്താ ചെയ്യേണ്ടത്, +2 മാക്സിമം അത് കവറപ്പ് ചെയ്തെടുക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത്. +1 നിങ്ങൾ ഉഴപ്പി കാണും, ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ പല സിറ്റുവേഷൻസ് കാണും, ചിലപ്പം ഇതിലേക്ക് വന്നതിൻ്റെ ഒരു തുടക്കത്തിൻ്റെ ഇഷ്യൂസ് കാണും, സ്ട്രഗ്ലിങ് കാണും, ഒരു ആങ്സൈറ്റി കാണും, ടെൻഷൻ കാണും. ഇതൊക്കെ ഡെഫിനറ്റ്ലി എല്ലാ സ്റ്റുഡൻസും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് നമുക്ക് വറി ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. മാക്സിമം നിങ്ങളുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി അതേപോലെ മെൻ്റൽ പ്രഷർ കുറയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾ +2 വരുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് അത്ര എളുപ്പമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികളും ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് പല രീതിയിലാണ്, പല സിറ്റുവേഷനിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം ഈസി അല്ല ഈ പറയുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ അതുപോലെ സ്ട്രഗിൾ ചെയ്യണം. മെൻ്റലി നിങ്ങൾ ടയേർഡായിട്ടല്ല നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഗൈഡൻസും സപ്പോർട്ടും അതിപ്പം ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ഹെൽപ്പ് എഡ്യൂക്കേഷനിൽ വേണ്ടത് ആ രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ശ്രമിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് കൊടുക്കുക. ഏത് കോഴ്സ് ആയിക്കോട്ടെ, ഏത് ഇതായിക്കോട്ടെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഫേർട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കഴിയുന്ന അത്ര നിങ്ങൾ എഫേർട്ട് എടുക്കുക, മാക്സിമം പഠിക്കുക. നിങ്ങൾക്ക് വീക്കായിട്ടുള്ള സബ്ജക്റ്റ് കുറച്ചുകൂടി ശ്രമിച്ച് നോക്കുക, പഠിക്കാൻ ശ്രമിക്കുക. അതിനകത്ത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും സിമ്പിൾ ട്രിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് പഠിക്കുക. ബാക്കിയുള്ള വിഷയങ്ങൾ നിങ്ങൾ ഓക്കെ ആയിട്ടുള്ള കുഴപ്പമില്ല എന്നുള്ള വിഷയങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ സ്മൂത്തായിട്ട് പോയാൽ മതി. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഫിസിക്സിൽ നിങ്ങൾക്ക് 14 ചാപ്റ്ററാണ് +2 പഠിക്കാനുള്ളത്. ഞാൻ 11 ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും PDF കാര്യങ്ങളും മാത്രമേ നമ്മൾ ഗ്രൂപ്പിലാണെങ്കിലും
ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊരു ലാഗ് വന്നു, സോറി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ +2 ഫിസിക്സ് 14 ചാപ്റ്റർ ഉണ്ട്, 11 ചാപ്റ്റർ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം കവർ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ സമയത്ത് കുറച്ച് ടോപ്പിക്സൊക്കെ കുറച്ച് എക്സാം ഈസി ആയിരുന്നു, +2ൻ്റെ കുറച്ചൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടായി. പിന്നെ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഈ പറയുന്ന കൂട്ട് അത്ര എളുപ്പമല്ല ഒരു കാര്യം. ഇപ്പോൾ ഒരു വിഷയം പഠിക്കുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാം എന്നൊക്കെ ഉള്ള ധാരണ ഉണ്ടെങ്കിൽ അത് വെറുതെ ആണെന്ന് ആദ്യമേ മാറ്റി വയ്ക്കുക. ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം, നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ സ്കൂൾ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, കണ്ടന്റ് എന്താണ്, ഇപ്പോൾ ഫിസിക്സ് ആണ്, കെമിസ്ട്രി ആണ്, ബയോളജി ആണ്, മാത്സ് ആണ്, വട്ട് എവർ ദ സബ്ജക്ട് ഈസ്, നിങ്ങൾ ആ കണ്ടന്റ് മനസ്സിലാക്കി വെക്കുക. എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ, ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു സ്ട്രാറ്റജി മീൻസ് ഞാൻ എങ്ങനെയായിരുന്നു പഠിച്ചതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇത്രയും അഡ്വാൻസ്ഡ് ആയിരുന്നില്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു പ്ലാൻ പറയാം. നിങ്ങൾക്ക് ഓക്കെ ആവും എന്നെനിക്ക് തോന്നിയൊരു പ്ലാൻ ഞാൻ പറയാം. ഇപ്പം എന്തായാലും നിങ്ങൾക്ക് സ്കൂളൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും പ്രാക്ടിക്കൽസ് കാണും, റെക്കോർഡുകൾ കാണും, എന്തായാലും പ്രൊജക്ട് അസൈൻമെൻറ്റ് ഇതൊക്കെ കാണും. ചില സ്കൂളുകളിൽ നേരത്തെ ചെയ്തു തുടങ്ങും, ചില സ്കൂളുകളിൽ താമസിച്ചായിരിക്കും. ഇപ്പം ഇങ്ങനെ ലാഗ് വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് തന്നെ ഓൾട്ടർ ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും ഞാൻ എൻ്റെ ഒരു പ്ലാനിങ് പറയാം. അതായത് നിങ്ങളിപ്പോൾ ആദ്യം ഫസ്റ്റ് വീക്ക് നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ, നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്സ് മസ്റ്റായിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ട ടെക്സ്റ്റ് ബുക്കാണ് ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, ബയോളജി. ഈ 4 എണ്ണത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഇപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി അല്ലാത്തവർ, മലയാളം ഉള്ളവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ആ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഹിന്ദി ഇംഗ്ലീഷും അല്ലെങ്കിൽ മലയാളം ഇംഗ്ലീഷും ഒക്കെ നിങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോയി വരുള്ളൂ. പക്ഷെ മാത്സ് ആൻഡ് ബയോളജി മസ്റ്റായിട്ട് നിങ്ങൾ കൈ കരുതണം. കാര്യം മാത്സിനകത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യുന്നല്ലാതെ ഒരു ക്വസ്റ്റ്യൻ വരത്തില്ല. പിന്നെ മാത്സ് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാത്സിൽ കുറച്ച് വീക്കാണ്, എന്നാലും ഞാൻ പരമാവധി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ ഷെയർ ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ബയോളജി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം മെഡിക്കലാണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, പാരാമെഡിക്കലാണ് നോക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ ഞാൻ NCERT ടെക്സ്റ്റ് ബുക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ബയോളജിയുടെ NCERT പുതുക്കിയ സിലബസിലുള്ള ടെക്സ്റ്റ് ബുക്ക്. അപ്പം എപ്പോഴും ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുമ്പോൾ, ഇതുവരെ നിങ്ങൾ പഴയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്ക് ചേച്ചിയുടെ ചേട്ടനെയൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഇരിക്കുന്നുള്ളവരാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, സിലബസ് പുതുക്കിയിട്ടുണ്ട്. അപ്പോൾ സിലബസിൽ നിന്ന് കുറേയധികം കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അതിപ്പോൾ മാത്സ് ആണെങ്കിലും ബയോളജി ആണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ രണ്ടിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ +2 വരുന്നുള്ളൂ. ഫിസിക്സും കെമിസ്ട്രിയും ടെക്സ്റ്റ് ബുക്ക് മേടിക്കണമെന്നൊന്നും ഞാൻ പറയില്ല, ബിക്കോസ് അതുകൊണ്ട് കാര്യമില്ല. ഞാൻ ഫിസിക്സ് കെമിസ്ട്രി ഒന്നും ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടല്ല ഞാൻ +2 പഠിച്ചിട്ടുണ്ടായത്. ഞാൻ ഫിസിക്സും കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് മേടിച്ചത് തന്നെ എൻട്രൻസ് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എൻട്രൻസിന് എന്തായാലും ഇതെല്ലാം വേണം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ. എൻട്രൻസ് നോക്കുന്നില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്തേക്കൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ ആവശ്യമുള്ള ടെക്സ്റ്റ് ബുക്ക് മാത്രം മേടിക്കുക. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ പുതുക്കിയ സിലബസിലുള്ള ബയോളജിയുടെ ടെക്സ്റ്റ്. ഞാൻ ബയോളജി ഇവിടെ എടുത്തു വെച്ചിരുന്നതാണ്, അപ്പം ഞാൻ അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുതുക്കിയ സിലബസിലുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ജൂൺ നിങ്ങളിപ്പോൾ സ്കൂൾ തുറക്കുന്ന ആദ്യത്തെ വീക്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ ആണ് നിങ്ങളുടെ ഒരു സ്കൂളിൻ്റെ റൊട്ടീൻ. നിങ്ങൾക്ക് ഒരാഴ്ച ആകുമ്പോൾ കംപ്ലീറ്റ് ആകുമ്പോൾ മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തൊക്കെ ചാപ്റ്ററുകളാണ്, ഏതൊക്കെ തരത്തിലാണ് നിങ്ങളതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മീൻസ് ആ ഒരു കണ്ടന്റ് എന്തൊക്കെയാണ് ഓരോ ചാപ്റ്ററിലുള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മസ്റ്റായിട്ടും ഞാൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ +2 പ്രോപ്പർ പഠനം നടക്കുള്ളൂ. കാര്യം നമുക്കറിയാം +2 വരുന്ന ഒരു കുട്ടിക്ക് പ്രാക്ടിക്കൽസ് ഉണ്ട്, റെക്കോർഡുകളുണ്ട്, അസൈൻമെൻറ്റുകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രോപ്പറായിട്ട് ആ സ്റ്റഡീസ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ പ്രിപ്പറേഷൻ, പലപ്പോഴും എനിക്ക് പോലും ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടിരുന്നൊരു കാര്യമാണത്. അപ്പം ഞാൻ പറയുന്നത് ഒരു വർഷത്തെ മുഴുവൻ ടൈം ടേബിൾ ഉണ്ടാക്കി അങ്ങനെ പഠിക്കണമെന്നല്ല. നിങ്ങളിപ്പം ഇന്നും നാളെയുമാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്നും നാളെ നിങ്ങൾക്ക് ഇപ്പം ചിലവർക്ക് രാവിലെ പഠിക്കുന്നതായിരിക്കും, ചിലവർക്ക് ഉച്ചയ്ക്ക് പഠിക്കുന്നതായിരിക്കും, ചിലവർക്ക് രാത്രി പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതാണോ നിങ്ങളുടെ കംഫർട്ടബിൾ ടൈം ആ ഒരു ടൈം ചൂസ് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ 6 ചാപ്റ്റർ ആണെങ്കിൽ മതി. ദാറ്റ്സ് എനഫ്. അപ്പം 2 വിഷയമെങ്കിൽ 2 വിഷയം ഒരു ദിവസം തീർക്കുക. 2 ലാംഗ്വേജ് ആയിരിക്കരുത്, ഒരു ലാംഗ്വേജും ഒരു സബ്ജക്റ്റും തീർക്കുക. പിന്നെ ഞാൻ പറയാലോ, ഇംഗ്ലീഷൊക്കെ കുറച്ചധികം ഇപ്പോഴത്തെ വാല്യൂഷനിലൊക്കെ നല്ല ടഫായിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് പഴയ പോലെ അല്ല. ഫോക്കസ് ഓൺ ഇംഗ്ലീഷ് 2 നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ഇംഗ്ലീഷ് ഇപ്പോൾ പഴയ പോലെ അല്ല. നമ്മൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം അതേപോലെ അല്ല +2 വരുന്നത്. ഞങ്ങളുടെ സീനിയേഴ്സ് പഠിച്ചിട്ടുള്ള സമയത്തും ഞങ്ങൾ പഠിക്കുന്ന സമയത്തും ഇപ്പം അത് മാറ്റമുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്തും അതിന് മാറ്റം വരാം.
അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി അങ്ങനെ പഠിക്കുക. പിന്നെ NSSലൊക്കെ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ NSS പിന്നെ സയൻസ് ഫെയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. സോ ഡെഫിനറ്റ്ലി ഇതെല്ലാം നിങ്ങൾക്ക് ടാക്കിൾ ചെയ്ത് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡ് അല്ലെങ്കിൽ ഒരു ഇത് വേണം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ സമയത്തും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അന്ന് നമുക്ക് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഇങ്ങനൊരു ടൈം ടേബിൾ സ്ട്രാറ്റജീസ് നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മേ ബി ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം. പിന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മാത്രമല്ല, ബയോളജി പഠിക്കുക എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ബയോളജി പഠിക്കണം. ബയോളജി ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും റീഡ് യുവർ ടെക്സ്റ്റ് ബുക്ക് കെയർഫുള്ളി. അതാണ് എനിക്ക് പറയാനുള്ളത്. ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിന് അപ്പുറത്തേക്ക് ഒരു ചോദ്യം നിങ്ങൾക്ക് ബയോളജിയിൽ വരത്തില്ല. പിന്നെ ബയോളജിയിൽ ഏറ്റവും റിസ്കി ആൻഡ് സിംപ്ലസ്റ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ വേർഡാണ് ബയോളജിക്കകത്ത് കൂടുതലും ചോദിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് വലുതായിട്ട് എഴുതാനും മാത്രം പാരഗ്രാഫ് റൈറ്റിംഗ് ഒന്നും ഇല്ല. അപ്പോൾ എന്താണ്, വൺ വേർഡാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ അരച്ച് കലക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വൺ വേർഡും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിൻ്റെ ഫിഗേഴ്സ് എന്തൊക്കെയാണ്, അതിൽ ഇമ്പോർട്ടൻ്റ് ഏതൊക്കെയാണ്, അതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. അപ്പം അത് ഞാൻ ചെറുതായിട്ട് ചെയ്തു തരാം. പിന്നെ ബയോളജി ആണെങ്കിലും എന്തൊക്കെ കണ്ടന്റാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്, മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കണ്ടന്റുകൾ എന്തൊക്കെയാണ് ഓരോ ചാപ്റ്റർ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ പറയാലോ, എൻ്റെ പേഴ്സണൽ വ്യൂ പോയിന്റ്സിൽ നിന്ന് എനിക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, ബയോളജി ആൻഡ് ഓൾസോ ഫിസിക്സ്, ഈ 4 വിഷയങ്ങൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാം. കെമിസ്ട്രി ആൻഡ് മാത്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മതിയെങ്കിൽ ഞാനത് ഇട്ട് തരാം. അതല്ലാണ്ട് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. അപ്പം ഞാൻ ആ പുസ്തകം ഇവിടെ ഇരിപ്പുണ്ട്. ആക്ച്വലി അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോസ് എടുത്തിട്ട് ഓരോ ചാപ്റ്റർ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് തരാം. അപ്പോൾ അതിൽ ഡിലീറ്റഡ് കാണും, അത് നോക്കിയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഓക്കെ ആവും. അതിൻ്റെ ആൻസറും ഉണ്ട്. അപ്പോൾ അത് ഞാൻ അയച്ചു തരാം. അപ്പം നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഇതും കൂടി വർക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതെന്തായാലും ഞാൻ ചെയ്യാം. അത് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, പിന്നെന്താ, പിന്നെ നിങ്ങൾക്ക് വേണ്ട എന്ത് ഗൈഡ് ലൈൻസും സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ത്രൂ ഔട്ട് കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മീൻസ് പഠിക്കുന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒരു കൺസേൺ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കൊരു ബ്രേക്ക് വരും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോളേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു കുറച്ച് സമയം നമുക്കൊന്ന് സെറ്റിലായി അതുമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു ടൈം എനിക്ക് എന്തായാലും ഒരു ബ്രേക്ക് വരും. അപ്പോൾ അത്രയും ബ്രേക്ക് വരാതിരിക്കാൻ ഞാൻ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത് നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം എന്നാണ് എൻ്റെ ഒരു ധാരണ. നിങ്ങളെന്തായാലും അത്രയും വൈഡായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മീൻസ് കുറേയധികം വായിച്ച് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുക. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതിൽ പോവാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലുകളുണ്ട്, കുറേയധികം യൂട്യൂബ് ചാനലുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അതിനകത്ത് നോക്കിയിട്ട് ഓരോ ചാപ്റ്ററിൻ്റെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് ഒക്കെ ആയിട്ട് വന്നോളും. കെമിസ്ട്രി ആൻഡ് മാത്സ് ഇത് രണ്ടും നിങ്ങൾക്ക് വേണ്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഞാൻ ഇട്ട് തരാം. ഡിലീറ്റഡ് പോർഷൻസ് കട്ട് ചെയ്തിട്ട് ബാക്കിയെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അതിനകത്തുനിന്ന് അത് ഞാൻ ഉറപ്പ് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡിലീറ്റഡ് പോർഷൻസ് ഒന്ന് കണ്ടുപിടിക്കേണ്ടി വരും, ബാക്കിയുള്ളതൊക്കെ ഞാൻ ഉറപ്പ് തരാം. അപ്പോൾ അതാണ് എനിക്ക് അത്രയും കാര്യങ്ങളാണ് അതിനെ പറ്റിയിട്ടൊക്കെ പറയാനുള്ളത്. പിന്നെ ബയോളജിയുടെ കാര്യം പറഞ്ഞവരുണ്ട്, ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുന്നവരുണ്ട്, അങ്ങനെ ഓരോ സബ്ജക്റ്റ് വൈസ് പറയുന്നവരും ലാംഗ്വേജ് വൈസ് പറയുന്നവരും ഒക്കെ ഉണ്ട്. അപ്പം ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഓരോ വിഷയത്തിൻ്റെയും ചെയ്യും. അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കിട്ടുകയും ചെയ്യും, കുഴപ്പമില്ലാണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ എന്തായാലും അതങ്ങനെ ഞാൻ ചെയ്തു തരാം. പിന്നെ എന്തായാലും മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നോക്കാം. പിന്നെ ഞാൻ ഒരു 3 വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്തായാലും നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക. അതിനകത്തു നിന്നൊക്കെ കിട്ടുന്ന കുഞ്ഞു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ആക്ച്വലി ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇന്ന് പോസ്റ്റ് ചെയ്യും എടുത്തതിന് ശേഷം. എന്തായാലും നിങ്ങളിതൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വേണ്ട എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുള്ളൂ, എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ അഫോർഡ് ചെയ്യാം. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന ജൂൺ 3 ആണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കിനും ഏതെങ്കിലുമൊക്കെ ഒരു ചാപ്റ്റേഴ്സ് എനിക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. അതേപോലെ തന്നെ എൻ്റെ മെയിൻ സബ്ജക്റ്റ് ബയോളജിയാണ്. സോ ഞാൻ ബയോളജി എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന അത്രയും ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ള സബ്ജക്റ്റും പറ്റുന്ന പോലെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും
നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എൻ്റെ നമ്പർ ഉണ്ട്, കമ്മ്യൂണിറ്റി അഡ്മിനാണ് ഞാൻ. അപ്പം എൻ്റെ നമ്പർ അതിനകത്ത് കാണും, അതിൽ മെസ്സേജ് അയക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ നമ്പർ കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഉണ്ട്. എന്തായാലും ഞാൻ അതിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ഒരു കമ്മ്യൂണിറ്റി ത്രൂ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാവുന്നതാണ്. ഓക്കെ.